ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? ശരിക്കും മലയാളികളുടെ മുന്നിൽ അല്ലെ റിയൽ ലൈഫിൽ ഫിറോസ് ഒരു ചൊറിയനാണോ? മറുപടി ഉടനെ വേണം. കുറച്ച് വെയിറ്റ് ചെയ്യും, കയ്യോടെ തന്നുവിടാം. ആയിക്കോട്ടെ, സന്തോഷം. ഞാൻ ചെയ്യട്ടെ. എന്താ എന്റെ ഉദ്ദേശം? ഇത്രയും നേരം ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിന്നെ എന്തെങ്കിലും ചൊറിഞ്ഞു? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ഇത്രയും നേരം നീ എൻ്റെ അടുത്ത് ചൊറിയുന്ന രീതി ചോദിച്ചിട്ട് പോലും ഞാൻ നിന്നെ ചൊറിഞ്ഞിട്ടില്ല. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. നമുക്കറിയാം ഒരു വേദിയിൽ വരുമ്പോൾ എങ്ങനെ പെരുമാറേണ്ടതാണ്. പക്ഷെ നീ അത് പലപ്പോഴും ലംഘിക്കുന്നുണ്ട്. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. അല്ല ഞാൻ ലംഘിക്കുമല്ല. അല്ലല്ല, നീ ഒന്നും പണയണ്ട. അത് പറയാൻ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ ചൊറിയനായിരുന്നു. അതെല്ലാം മലയാളികൾക്കും അറിയാം. അതെങ്ങനെ ചൊറിയനാണെന്നുള്ളത് നീ എന്തിന്റെ അർത്ഥത്തിലാണ് ചൊറിയൻ? ഞാൻ തരാം, ഉത്തരം തരാം. പറയൂ. എന്നാൽ ഇനി ഞാനത് പറയാം. ബിഗ് ബോസിൽ ഫിറോസ് എന്ന് പറയുന്നത് ഒരുത്തൻ വെറുതെ ഇരുന്നാൽ പോലും അവനെ കയറി അങ്ങ് ചൊറിയും. എന്നിട്ട് അത് കണ്ടന്റായിട്ട് പുറത്തു വന്നോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയപ്പോ അറിയാം. നമ്മളെന്ന് പറയുന്നത് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ചൊറിയനാണോ അല്ലയോ റിയൽ ലൈഫിലാണ് ഞാൻ ചോദിച്ചത്. ഇനി ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. അല്ല, ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തതേ ഇത്രയും ചോദ്യം. ഇതൊന്നല്ല, ഒന്നും മനസ്സിലാകത്തില്ല. അതല്ല, നിനക്ക് ഇതെന്നല്ല ഒരു വകയും മനസ്സിലാകത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. എനിക്ക് തീരെ പിടിക്കുന്നില്ല. അങ്ങനെ മനസ്സിലാകത്തില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കത്തില്ല. അങ്ങനെ മനസ്സിലാകാത്തത് കൊണ്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായി, അതുകൊണ്ടാണ് നീ ഈ ചോദ്യം ചോദിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എനിക്ക് അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റുമല്ലോ. ഇന്ന് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഫിറോസ് നാളെ പുറത്തിറങ്ങുമ്പോൾ ഷോ കളിക്കാൻ ഇറങ്ങുന്നവനാന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പണ്ടേ ഷോ കളിക്കാനാ. ഞാൻ എന്റെ ജീവിതം തന്നെ ഷോ കളിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പോയല്ലേ? വളരെ എന്താണ്, ഒരാൾ വരുമ്പോ അയാൾ ഒന്നാമത് നിങ്ങൾ വിളിച്ചിട്ട് വരുന്ന ഒരാളാണ്. അതെന്റെ ജോലിയാണ്. നിന്റെ ജോലി ഒരാളെ തെറി വിളിക്കുന്നത് നിന്റെ ജോലി. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ തെറി വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരാളെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളെ ചോദിക്കാവൂ. ഞാനത് ചോദിക്കരുതായിരുന്നു. ഒരിക്കലും നീ അങ്ങനെ ഒരു ചാനൽ റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായി? നീ ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചായിരിക്കട്ടെ, ഇനി മേലെ ഒരുത്തിന്റെ അടുത്ത് ചോദിക്കരുത്. എന്റെ വേറെ സ്വഭാവം നീ കാണേണ്ടി. എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ എത്ര വേറെ സ്വഭാവമാണേലും ഞാൻ ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. അങ്ങനെ നീ ഒന്ന് കൊണ്ടുപോകും. നീ ഒന്ന് കൊണ്ടുപോകും. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? നീ ഇത് കൊണ്ടുപോകാൻ പറ്റും, നീ കൊണ്ടുപോകും. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. നമുക്ക് ഒരു കാര്യങ്ങളിൽ ഓരോ റെസ്പെക്റ്റും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഇന്നൊന്നിനെ തുടങ്ങിയ പരിപാടിയല്ലേ ഇത്, വർഷങ്ങളായി. പുറകെ ഞങ്ങളുണ്ട്. ഇതൊക്കെയാണ് നമ്മളൊരു പ്രാങ്ക് ഷോ എന്ന് പറയുന്നത്. ഒന്ന് ഷോക്കായി. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.